89.6 FM Sargakshetra SK Junction. വെൽക്കം ടു എസ് കെ ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെ ഉള്ളത് ജോ ആണ്. ഇന്ന് എസ് കെ ജംഗ്ഷനിൽ നമ്മൾ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്, കേൾക്കാനായിട്ട് പോകുന്നത്, അറിയാനായിട്ട് പോകുന്നത്. ഇന്ന് എന്തിനെ കുറിച്ചാണ് എന്ന് ചോദിക്കുവാണെങ്കിൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സ്കിൻ കെയറിനെ കുറിച്ചാണ്. ഈ ഒരു സാഹചര്യത്തിൽ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കരമായിട്ടും ചൂടിങ്ങനെ കൂടി വരുന്നൊരു സാഹചര്യമാണ്. പുറത്ത് പോകാനായിട്ട് പറ്റാത്തൊരു സാഹചര്യം. നമ്മൾ എടുക്കേണ്ട ചില സ്കിൻ കെയർ റൂട്ടീൻസ് എന്തൊക്കെയാണ് ഇത് നമ്മൾക്ക് അറിയേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല സോഷ്യൽ മീഡിയയിലാണെങ്കിലും പല തരത്തിലുള്ള റൂട്ടീൻസ് നമ്മൾ കാണാറുണ്ട്. പലരും ഫോളോ ചെയ്യുന്ന പല തരത്തിലുള്ള റൂട്ടീൻസ് ആയിരിക്കും. സ്കിൻ കെയർ, മോർണിംഗ് റൂട്ടീൻ, നൈറ്റ് റൂട്ടീൻ, അങ്ങനെ പല തരത്തിലുള്ള പ്രൊഡക്ട്സ് നമ്മൾ കാണുന്നുണ്ട്. ഇതിലൊക്കെ എന്തുമാത്രമാണ് നമ്മൾ ട്രസ്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ ശരീരം കെയർ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ എസ് കെ ജംഗ്ഷനിൽ കേൾക്കാനായിട്ട് പോകുന്നത്. ആൻഡ് നമുക്ക് ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാനായിട്ട് വി ഹാവ് എ സ്പെഷ്യൽ ഗസ്റ്റ്, ഡോക്ടർ അനു സാര ഫിലിപ്പ്, കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ആൻഡ് കോസ്മെറ്റോളജിസ്റ്റ് ഫ്രം മീറ്റെറ ഹോസ്പിറ്റൽ, തെലങ്ക്. മാം, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ആദ്യമേ തന്നെ എനിക്ക് ചോദിക്കാനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം സൂര്യപ്രകാശത്തെക്കുറിച്ചാണ് ചോദിക്കാനുള്ളത്. ഇപ്പം നമുക്കറിയാം കുറച്ച് സമയമൊക്കെ ആകുമ്പോൾ നല്ല വെയിലാണ്. വെയിൽ കൊണ്ടാൽ നല്ലതാണോ അഴുക്കാണോ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം പലരും പറയാറുണ്ട് മോർണിംഗ് ഉള്ള സൺലൈറ്റ് കൊള്ളണം, അതാണ് നമുക്ക് ഭയങ്കര അത്യാവശ്യമായിട്ടുള്ളത്. ചിലർ പറയുന്നു നമുക്കൊരു 10 മണി മുതൽ 3 മണി വരെയുള്ള സമയത്തിനുള്ള വെയിലാണ് കൊള്ളേണ്ടത്. ഏതാണ് നമുക്ക് ആവശ്യമുള്ള സൂര്യപ്രകാശം ഏതാണ് എന്ന് ഞാൻ ചോദിച്ചുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാവേ. അപ്പോൾ സൺലൈറ്റിനെ പറ്റി പറയുമ്പോൾ യൂഷ്വലി നമ്മൾ പറയുന്നത് ഈ 10 മണി തൊട്ട് 2 മണി വരെയുള്ള ആ ഒരു ടൈമിൽ സൺലൈറ്റ് ഭയങ്കര ഇൻറ്റൻസ് ആയിരിക്കും. അതായത് നമ്മുടെ ഷാഡോ നമ്മളെക്കാളും നീളം കുറഞ്ഞിരിക്കുന്ന ഒരു സമയം. അതാണ് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കേണ്ടത്. കാരണം ഈ സമയത്ത് നമ്മുടെ ഭൂമിയിലേക്ക് വരുന്ന UV റേസ് വളരെ സ്ട്രോങ് ആയിരിക്കും. ആൻഡ് ഈ UV റേസ് ആണ് ആക്ച്വലി നമ്മുടെ സ്കിന്നിന് ഹാംഫുൾ ആയിട്ടുള്ളത്. അപ്പം ഈ സൂര്യപ്രകാശം എങ്ങനെയാണ് നമ്മുടെ സ്കിന്നിനെ അഫക്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ്? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഭൂമിയിലേക്ക് വരുന്ന സൂര്യപ്രകാശത്തിൽ മെജോറിറ്റി എന്ന് പറയുന്നത് വിസിബിൾ ലൈറ്റാണ്, അത് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഉള്ളത് ഒരു ഇൻഫ്രാറെഡ് എന്ന് പറയാം, അത് നമുക്ക് ചൂടായിട്ട് അനുഭവപ്പെടുന്നത്. ഒരു 5% മാത്രമേ ഉള്ളൂ ഈ അൾട്രാ വയലറ്റ് UV റേസ് എന്ന് പറയുന്നത്. പക്ഷേ ആക്ച്വലി സ്കിന്നുമായിട്ട് ഏറ്റവും കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുന്നതും അഫക്റ്റ് ചെയ്യുന്നതും ഈ UV റേസ് തന്നെയാണ്. അപ്പോൾ UV റേസ് നമ്മുടെ സ്കിന്നുമായിട്ട് പല രീതിയിൽ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുക എന്ന് നമ്മൾ പറയാം. അതായത് നമ്മുടെ സ്കിൻ ഇങ്ങനെ ചുവന്ന് വരിക, ചൂട് അനുഭവപ്പെടുക. ഇപ്പോൾ സിവിയർ കേസസിൽ അതൊരു സൺബേൺ ആയിട്ട് വരെ മാറാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ഡാർക്കർ സ്കിൻ ടോണിൽ ചിലപ്പോൾ അത് അത്ര അപ്രിഷ്യേറ്റ് ചെയ്തെന്ന് വരില്ല, ബട്ട് അത് നമ്മുടെ സ്കിന്നിന് ഒട്ടും നല്ലതല്ല. റിപ്പീറ്റഡ് ആയിട്ട് സൺബേൺ വരുന്നതൊക്കെ സ്കിൻ ക്യാൻസറിന് വഴിതെളിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഉള്ളൊരു ഇമ്പോർട്ടൻ്റ് ഇതാണ് പിഗ്മെൻറ്റേഷൻ. അതായത് നമ്മുടെ സ്കിന്നിലെ മെലനിൻ, നമ്മുടെ സ്കിന്നിന് കളർ തരുന്നത് ആ മെലനിൻ എന്ന് പറഞ്ഞൊരു പിഗ്മെൻ്റാണ്. അപ്പോൾ UV റേസ് നമ്മുടെ സ്കിന്നിൽ പതിക്കുമ്പോൾ ഈ മെലനിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നു. അതൊരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ്. അതായത് UV റേസിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ബോഡി മെലനിൻ്റെ അളവ് കൂട്ടുന്നത്. പക്ഷേ നമുക്ക് കാണുമ്പോൾ നമ്മുടെ സ്കിൻ പതുക്കെ പതുക്കെ ഡാർക്കായി വരുന്നതായിട്ട് നമുക്ക് തോന്നും. പിന്നെ ഉള്ളതാണ് ഫോട്ടോ ഏജിങ് എന്ന് നമ്മൾ പറയും. അതായത് നമുക്ക് പ്രായം കൂടുന്തോറും അതിൻ്റെ സയൻസ് നമ്മുടെ സ്കിന്നിലും കാണും. പക്ഷെ അതിലും ഉപരിയായ രീതിയിൽ അധികം ചുളിവുകൾ വരിക, സ്കിൻ വളരെ റഫായി തോന്നുക, ഒരു ഫേംനെസ് ഇല്ലാതെ തൂങ്ങിക്കിടക്കുക, ഇതൊക്കെ UV റേസ് കാരണം ഉണ്ടാകുന്ന ഒരു ഫോട്ടോ ഏജിങ് എന്ന് നമ്മൾ പറയാറുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒന്നാണ് നമ്മുടെ വൈറ്റമിൻ D സിന്തസിസ്. അതാണ് സൺലൈറ്റിൻ്റെ ഒരു ഗുണമെന്ന് എല്ലാവരും പറയുന്നത് അല്ലേ. അപ്പോൾ ഈ വൈറ്റമിൻ D സിന്തസിസിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് ആദ്യത്തെ സ്റ്റെപ്പ് നടക്കുന്നത് സ്കിന്നിലാണ്. അപ്പോൾ UVB റേസ് ആണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് നമ്മുടെ സ്കിന്നിൽ വന്ന് പതിക്കുമ്പോഴാണ് ഈ വൈറ്റമിൻ D സിന്തസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ ഈ പറയുന്നത് ഇളം വെയിൽ, അതായത് 10 മണിക്ക് മുമ്പും ഒരു ഈവനിങ് ഒരു 4 മണിയൊക്കെ കഴിഞ്ഞുള്ളൊരു വെയിൽ കൊള്ളുന്നത്, ഒരു 5-10 മിനിറ്റത്തേക്ക് കൊള്ളുന്നത് സേഫാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ആൻഡ് പിന്നെ ഉള്ളൊരു ചേഞ്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സ്കിൻ ക്യാൻസറിനുള്ള റിസ്ക്. ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്കിന്നിന് അത്ര വലിയൊരു റിസ്ക് അല്ല. കൂടുതൽ ഈ യൂറോപ്പ്, US അങ്ങനത്തെ കൺട്രീസിലുള്ളവരാണ് കൂടുതൽ റിസ്ക് ആയിട്ടുള്ള പോപ്പുലേഷൻ നമ്മൾ പറയും. കാരണം അവരുടെ സ്കിന്നിലെ മെലനിൻ കണ്ടൻറ്റ് വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് അത്രയും റിസ്ക് ഇല്ലെങ്കിലും നമ്മളും കെയർഫുൾ ആയിരിക്കണം. ഈ UV റേസിൽ നമ്മൾ എപ്പോഴൊക്കെ ഈ എസ്പെഷ്യലി ഈ 10 തൊട്ട് 2 വരെയുള്ള സമയത്തൊക്കെ പോകുമ്പോൾ സൺസ്ക്രീൻ ഡെഫിനറ്റായും അപ്ലൈ ചെയ്തിരിക്കണം. അങ്ങനെ സൺസ്ക്രീൻ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഈ സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മാമിനോട് ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട്. സോ അതൊക്കെ നമുക്ക് കേൾക്കാം, അറിയാം SK ജംഗ്ഷനിലൂടെ കുറച്ച് പാട്ടുകൾക്ക് ശേഷം. കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM Sargakshetra SK Junction.
വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെ ഉള്ളത് ജോ ആണ്. ആൻഡ് എൻ്റെ കൂടെ എന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ അനുസാര ഫിലിപ്പ്, കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ആൻഡ് കോസ്മെറ്റോളജിസ്റ്റ് ഫ്രം മീറ്ററ ഹോസ്പിറ്റൽ, തിലകം. മാം, സൂര്യപ്രകാശം നമ്മുടെ സ്കിന്നിൽ അഫക്റ്റ് ചെയ്താൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ കേട്ടു. ആൻഡ് അതുപോലെ തന്നെ ഒരുപാട് വെയിൽ കൊണ്ടാൽ ഉണ്ടാകുന്ന ചില സ്കിൻ പ്രോബ്ലംസ് ഉണ്ട്. നമ്മളിപ്പോൾ മാം പറഞ്ഞു സൺബേൺ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ അമിതമായിട്ടുള്ള ചൂട് വരുമ്പം എല്ലാവരും നമുക്കൊരു അലേർട്ട് തരും, യെസ് നിങ്ങൾ ഈ ഒരു സമയത്ത് പുറത്തിറങ്ങരുത്, ഇന്ന പ്രോബ്ലംസ് ഉണ്ടാകും എന്നുള്ളത്. സോ നമ്മൾ ഇനി വരാൻ പോകുന്നത് അതുപോലത്തെ ഒരു ചൂട് തന്നെയാണ്. കാരണം ഈ ഒരു ജനുവരി മാസമൊക്കെ ആയപ്പോൾ തന്നെ നല്ല ചൂടാണ്. അപ്പം ഇനി നമ്മൾ ഇൻ ഫ്യൂച്ചറിലാണെങ്കിലും എന്തൊക്കെ ശ്രദ്ധയാണ് നമ്മൾ എടുക്കേണ്ടത്, എന്തൊക്കെ പ്രോബ്ലംസ് ആണ് വരാനായിട്ട് സാധ്യതയുള്ളത്? അപ്പോൾ ഈ നമ്മൾ ഡെർമറ്റോളജി എന്ന് പറഞ്ഞ ഇതിൽ ഈ സൺലൈറ്റ് കാരണം ഉണ്ടാകുന്ന അസുഖങ്ങൾക്ക് തന്നെ ഒരു വേറെ വിഭാഗമുണ്ട്. നമ്മളതിനെ ഫോട്ടോ ഡെർമറ്റോളജി എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ബ്രോഡായിട്ട് രണ്ടായിട്ട് തിരിക്കാം. ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ അസുഖങ്ങൾ ഉണ്ടാകുന്ന സൺലൈറ്റ് കൊണ്ട് തന്നെയാണ്. സൺലൈറ്റാണ് അതിൻ്റെ കാരണം. ഉദാഹരണത്തിന് ഇപ്പോൾ ചൂടുകുരു എന്ന് നമ്മൾ പറയും, അത് സൺലൈറ്റ് കാരണം ഉണ്ടാകുന്നതാണ്. അല്ലെങ്കിൽ ഒത്തിരി ടെക്നിക്കലായിട്ട് പോകുകയാണെങ്കിൽ പല പേരുകൾ പറയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു കോമൺ സിംറ്റം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ സൺ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയയിൽ ഓരോ കുരുക്കൾ വരിക, അല്ലെങ്കിൽ കറുത്ത പാടുകൾ, ചൊറിച്ചിൽ, അതൊക്കെയാണ്. ഇപ്പോൾ പല പേരുകളുണ്ട്, ആക്ടിനിക് ഡെർമറ്റൈറ്റിസ്, സോളാർ ആർട്ടിക്കേരിയ, അങ്ങനെ പല പല പേരുകളിൽ ഇത് അറിയപ്പെടാറുണ്ട്. സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ അസുഖത്തിൻ്റെ കാരണം സൺലൈറ്റ് അല്ല, ബട്ട് നമ്മൾ സൂര്യപ്രകാശത്തെ എക്സ്പോസ്ഡ് ആവുമ്പോൾ ഈ അസുഖത്തിൻ്റെ സിവിയറിറ്റി കൂടാൻ ചാൻസ് ഉണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ മെലാസ്മ എന്ന് പറയും, ഈ കരിമംഗല്യം എന്ന് പറഞ്ഞത്, അതിൻ്റെ കാരണം സൺലൈറ്റ് അല്ല, ബട്ട് നമ്മൾ സൺ എക്സ്പോഷർ കാരണം അതിൻ്റെ ആ ഒരു കറുപ്പ് കൂടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ലൂപ്പസ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്, അതും കാരണം സൺലൈറ്റ് അല്ല, ബട്ട് സൺ എക്സ്പോഷർ അതിൻ്റെ വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിലാണ് അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ അസുഖങ്ങൾക്ക് സൺ പ്രൊട്ടക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബട്ട് എപ്പോഴും ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് ആ അസുഖത്തിന് വേണ്ടതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കൂടെ എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പം ഈ ഒരു സൺ എക്സ്പോഷറിൽ നിന്ന് കിട്ടുന്ന രണ്ട് ഐറ്റംസ് ആണ് ഈ ടാൻ ആൻഡ് സൺബേൺ എന്ന് പറഞ്ഞത്. ടാൻ എന്താണ്, സൺബേൺ എന്താണ്, ഇത് രണ്ടും രണ്ടാണോ അതോ എന്തെങ്കിലും തമ്മിലുള്ള സിമിലാരിറ്റി ഉണ്ടോ എന്നുള്ളത് നമുക്ക് പാട്ടുകൾക്ക് ശേഷം കേട്ടറിയാം നമ്മുടെ സ്വന്തം SK ജംഗ്ഷനിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷൻ ആണ്. ഇന്ന് SK ജംഗ്ഷനിൽ നമ്മൾ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമായ ത്വക്ക്, ഇതെങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോന്നായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദ്യമേ തന്നെ എങ്ങനെയാണ് സൂര്യപ്രകാശം അഫക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എന്നാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് എന്തിൽ നിന്നൊക്കെയാണ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എന്നാണ് മാം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ അനുസാര ഫിലിപ്പ്, കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ആൻഡ് കോസ്മെറ്റോളജിസ്റ്റ് ഫ്രം മീറ്ററ ഹോസ്പിറ്റൽ, തിലകം. മാം, നമ്മൾ ആദ്യമേ പറഞ്ഞത് സൂര്യപ്രകാശം തന്നെയാണ് ഒട്ടുമിക്ക സ്കിൻ ഡിസീസിനും കാരണമെന്ന് പറഞ്ഞു. അതിലൊന്നാണ് ഈ ടാൻ അടിക്കുക, സൺബേൺ എന്നൊക്കെ പറഞ്ഞത്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഈ ടാനും സൺബേണും തമ്മിലുള്ള ഡിഫറൻഷിയേറ്റ് എന്തുമാത്രമാണ് എന്നുള്ളതാണ്. സോ എന്തെങ്കിലും സിമിലാരിറ്റീസ് ഉണ്ടോ, അതോ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്? ഇപ്പോൾ ഈ ടാനിങ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു പിഗ്മെൻറ്റേഷൻ കൂടുന്നത്, അതായത് നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു കറുപ്പ് കൂടുന്നതിനെയാണ് ടാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ സ്കിന്നിൽ ആ മെലനിനാണ് നമുക്ക് ആ കളർ തരുന്നത്. അപ്പോൾ ഈ സൂര്യപ്രകാശം വരുമ്പോൾ ഈ മെലനിൻ്റെ എമൗണ്ട് കൂടുന്നു, അതായത് മെലനിൻ ഉണ്ടാക്കുന്ന സെൽസ് കൂടുതലായി മെലനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അത് കാരണം സ്കിന്നിൻ്റെ ഷെയ്ഡ് ഇങ്ങനെ ഡാർക്കായി വരുന്നു. അതിനെയാണ് ഈ ടാനിങ് എന്ന് നമ്മൾ പറയുന്നത്. സൺബേൺ എന്ന് പറയുന്നത് ഇൻഫ്ലമേഷൻ കാരണം ഉണ്ടാവുന്നതാണ്. സൺബേണിൽ എന്താണ് സംഭവിക്കുന്നത്, ആദ്യം ഒരു ചുമന്ന ഒരു ഹ്യൂ വരുന്നു, പിന്നെ അതിനുശേഷം ഒരു ചൂട് അനുഭവപ്പെടുന്നു, ചിലർക്ക് ഒത്തിരി സിവിയർ ആകുമ്പോൾ പെയിൻഫുൾ ആകാൻ തുടങ്ങുന്നു, തൊടുമ്പോൾ വേദന വരുന്നു. ഒത്തിരി സൺബേൺ ആകുമ്പോൾ ചിലർക്ക് ഈവൻ കുമിള പോലെ വന്ന് പൊള്ളുന്ന പോലെ ഒരു ഫീലിംഗ് വരും. അപ്പോൾ രണ്ടിൻ്റെ മെക്കാനിസം രണ്ടാണ്, ഒന്ന് പിഗ്മെൻറ്റേഷൻ കൂടുന്നത്, രണ്ട് ഇൻഫ്ലമേഷൻ കാരണം ഉണ്ടാവുന്നതാണ്. ബട്ട് രണ്ടിൽ നിന്നും സൺസ്ക്രീൻ അപ്ലൈ ചെയ്താൽ രണ്ടിൽ നിന്നും നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. ഓക്കെ, അപ്പം ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളിപ്പം പല ബ്യൂട്ടി പാർലറിലാണെങ്കിലും സലൂണിലൊക്കെ ആണെങ്കിലും ഡീറ്റാൻ റിമൂവൽ നമ്മൾ അപ്ലൈ ചെയ്യില്ല. അപ്പോൾ അത് ചെയ്യുന്നത് കൊണ്ട് എന്തുമാത്രം നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ നമുക്ക് അഫക്റ്റ് ചെയ്ത ഈ ഒരു ടാൻ 100% മാറി കിട്ടുമോ? ഇപ്പോൾ ടാൻ എന്ന് പറയുന്നത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ടാനിങ്, അതായത് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ സ്കിൻ റിയാക്ട് ചെയ്യുന്നത്, അതായത് ഓൾറെഡി നമ്മുടെ സ്കിന്നിലുള്ള മെലനിൻ ഒന്ന് ഓക്സിഡൈസ്ഡ് ആയിട്ട് ഉണ്ടാകുന്ന ആ ഒരു പിഗ്മെൻറ്റേഷൻ, അത് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അത് താനെ ഫെയ്ഡായി പോകും. പിന്നെ ഉള്ളതാണ് ഈ ഡിലേ ടാനിങ് എന്ന് പറയുന്നത്. ഡിലേ ടാനിങ് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. അത് ബേസിക്കലി മെലനിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നത് കാരണമുള്ളതാണ്, പുതിയതായിട്ട് വരുന്ന മെലനിൻ കാരണമാണ്. ഈ ഡിലേ ടാനിങ് ഒരു 6 മാസം വരെ നിൽക്കാം.
അപ്പോൾ ആക്ച്വലി പറയുകയാണെങ്കിൽ നമ്മൾ പിന്നീട് നല്ല രീതിയിൽ സൺ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാ ടാനും താനെ ഫേഡായി നമ്മുടെ ഒറിജിനൽ സ്കിൻ കളറിലേക്ക് വരും. ഓക്കെ, അപ്പം ഈ ഒരു ടാനിൽ നിന്നും സൺബേണിൽ നിന്നും ഒക്കെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് മാം പറഞ്ഞത് സൺസ്ക്രീൻ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പം ഈ സൺസ്ക്രീൻ ഉപയോഗത്തിൽ തന്നെ ധാരാളം സംശയങ്ങളുണ്ട്. SPF എന്തുമാത്രം വേണം എന്നുള്ള പല സംശയങ്ങളുണ്ട്. അപ്പം അതിനൊക്കെ ഉത്തരമായിട്ട് മാം ഉണ്ട്. കേൾക്കാം പാട്ടുകൾക്ക് ശേഷം SK ജംഗ്ഷനിലൂടെ. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. ആൻഡ് ഇന്ന് നമ്മൾ SK ജംഗ്ഷനിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്കിൻ കെയറിനെ കുറിച്ചാണ്. ആദ്യമേ തന്നെ നമ്മൾ തുടങ്ങിയത് നമ്മളെ സൂര്യപ്രകാശം നമ്മുടെ സ്കിന്നിൽ തട്ടിയാൽ എന്തുമാത്രം പ്രശ്നങ്ങളാണ് ഉണ്ടാവാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രോബ്ലംസിനെ കുറിച്ച് നമ്മൾ കേട്ടു. ആൻഡ് ഇതിൽ നിന്നൊക്കെ നമുക്കൊന്ന് രക്ഷ തേടാനായിട്ട് സൺസ്ക്രീൻ ഉപയോഗിക്കണം എന്ന് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. സൺസ്ക്രീനിനെ ചൊല്ലിയിട്ടുള്ള അല്ലെങ്കിൽ സൺസ്ക്രീനിനെ പ്രതിയുള്ള ചില ചോദ്യങ്ങൾ, സംശയങ്ങളാണ് നമ്മൾ ഇനി ചോദിക്കാൻ പോകുന്നത്. ഉത്തരം പറയാനായിട്ട് നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ അനു സാറ ഫിലിപ്പ്, കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ആൻഡ് കോസ്മെറ്റോളജിസ്റ്റ് ഫ്രം മിറ്ററ ഹോസ്പിറ്റൽ, തെലങ്ക്. മാം, സൺസ്ക്രീൻ ഇപ്പം ഒരുപാട് നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ, പല ഡോക്ടേഴ്സ് ആയിക്കോട്ടെ ഒക്കെ സോഷ്യൽ മീഡിയയിൽ പറയാറുണ്ട് ഇന്ന സൺസ്ക്രീൻ SPF ഇത്ര വേണം, കുട്ടികൾക്ക് ഇത്ര അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ റീഅപ്ലൈ ഇത്ര നേരം 3 മണിക്കൂറിന് ശേഷം നമ്മൾ റീഅപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ പല തരത്തിലുള്ള പല ആളുകളും പറയാറുണ്ട്. സോ സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ ബേസിക് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ സൺസ്ക്രീനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ അറിയേണ്ടത് 2 ടൈപ്പ് സൺസ്ക്രീൻ ആണുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ ഫിസിക്കൽ സൺസ്ക്രീൻ. അത് എന്ന് വെച്ചാൽ ആ സൺസ്ക്രീൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതൊരു ഷീൽഡായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അത് നമ്മുടെ തൊലിയിൽ തട്ടുന്ന UV റേസിനെ അത് റിഫ്ലക്റ്റ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ടൈപ്പാണ് കെമിക്കൽ സൺസ്ക്രീൻ. കെമിക്കൽ സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ അതൊരു സ്പോഞ്ച് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. അത് ഈ UV റേസിനെ അബ്സോർബ് ചെയ്ത് ചൂടായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇങ്ങനെ 2 രീതിയിലാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കടയിൽ പോയൊരു സൺസ്ക്രീൻ വാങ്ങിക്കുമ്പോൾ അത് 3 ടൈപ്പിൽ ഇതിലേതെങ്കിലും ഒന്നായിരിക്കും. ഒന്നി അതൊരു പ്യുവർ ഫിസിക്കൽ സൺസ്ക്രീൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പ്യുവർ കെമിക്കൽ സൺസ്ക്രീൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഹൈബ്രിഡ്. അതായത് ഈ 2 കമ്പോണൻറ്റ് 2 രീതിയിലും അത് ആക്ട് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്, ഏത് ടൈപ്പ് സൺസ്ക്രീൻ ആണ് അതുള്ളത്. ഇപ്പോൾ ഫിസിക്കൽ സൺസ്ക്രീനിൽ 2 എണ്ണേ ഉള്ളൂ, സിങ്ക് ഓക്സൈഡ് ആൻഡ് ടൈറ്റാനിയം ഡയോക്സൈഡ്. ഈ 2 കമ്പോണൻ്റ് ഉണ്ടെങ്കിൽ അതൊരു ഫിസിക്കൽ സൺസ്ക്രീനാണ്. ബാക്കി എല്ലാ ഫിൽറ്റേഴ്സും നമ്മൾ ഈ കെമിക്കൽ സൺസ്ക്രീനിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു സൺസ്ക്രീൻ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണ് മെയിനായിട്ട്. ഫസ്റ്റ് നോക്കേണ്ടത് അതിൽ ബ്രോഡ് സ്പെക്ട്രം എന്ന് എഴുതിയിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ ബ്രോഡ് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ അത് നമ്മളെ UVA ആൻഡ് UVB റേസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നാണ് അതിനർത്ഥം. അതായത് 2 ടൈപ്പ് റേസിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. പിന്നെ നോക്കേണ്ടത് അതിൻ്റെ SPF ആണ്, സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ. SPF മിനിമം 30 ഉണ്ടായിരിക്കണം. പിന്നെ നോക്കേണ്ടതാണ് PA എന്നൊന്നും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അത് യൂഷ്വലി ഒരു പ്ലസ് സിമ്പലിലാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതും മിനിമം 3+ ഉണ്ടായിരിക്കണം. അപ്പോൾ PA എന്ന് പറയുന്നത് UVA റേസിൽ നിന്ന് നമ്മൾ എന്തുമാത്രം ആ സൺസ്ക്രീൻ പ്രൊട്ടക്റ്റ് ചെയ്യും. ഒരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ, ഇപ്പം SPFിൻ്റെ കാര്യം പറഞ്ഞപ്പം 30 നമ്മൾ ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ 50+++ നമ്മൾ ഇപ്പോൾ ചൂസ് ചെയ്യണം, കാരണം അതുപോലത്തെ ചൂടാണെന്നൊക്കെ പറഞ്ഞത്. അപ്പം അത് എന്തുമാത്രം ശരിയാണ്? അത് നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും ദോഷകരമായിട്ടോ അല്ലെങ്കിൽ മെറിറ്റ് ആണോ അതുകൊണ്ട് ഉണ്ടാവാൻ സാധ്യതയുള്ളത്? സോ ഇപ്പോൾ SPF 30 സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈ UVB റേഡിയേഷനിൽ നിന്ന് ആ സൺസ്ക്രീൻ നമ്മൾ എന്തുമാത്രം പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നാണ് അത് കാണിക്കുന്നത്. ഉദാഹരണത്തിന് SPF 30 എന്ന് പറഞ്ഞാൽ അതൊരു 97% UVB റേസിനെ അത് ബ്ലോക്ക് ചെയ്യുമെന്നാണ് കറക്റ്റായ രീതിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ. ഒരു SPF 50 എന്ന് പറയുമ്പോൾ ഒരു 98 ആ ഒരു ഡിഫറൻസേ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് 30 എങ്കിലും മിനിമം വേണമെന്ന്. ബട്ട് നമ്മൾ ഓർക്കേണ്ടത് ഒരു സൺസ്ക്രീനും 100% പ്രൊട്ടക്ഷൻ തരാൻ കഴിയില്ല. ഈവൻ ഇപ്പോൾ SPF 50+ SPF 100 എന്ന് വരെ എഴുതിയിട്ടുണ്ടെങ്കിലും 99% മാക്സിമം അതിന് നമുക്ക് പ്രൊട്ടക്ഷൻ തരാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒരു ഹയർ SPF അവൈലബിൾ ആണെങ്കിൽ ഓഫ് കോഴ്സ് യു ക്യാൻ ഗോ ഫോർ ഇറ്റ്. ബട്ട് 30 എങ്കിലും മിനിമം ഉള്ളത് ഇസ് ഗുഡ് ഇനഫ്. ഓക്കെ, ഈ കൂടുതൽ മാം പറഞ്ഞൊരു കാര്യമുണ്ട്, കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇത്രയും പ്രൊട്ടക്ഷൻ കിട്ടുന്നുള്ളത്. സോ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യമാണ് ശ്രദ്ധിക്കുന്നത്? ഒരു കറക്റ്റ് മെത്തേഡ് എങ്ങനെയാണ്? അപ്പോൾ സൺസ്ക്രീൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളിപ്പോൾ വെളിയിൽ ഇറങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഒരു 15 to 30 minutes മുമ്പ് അപ്ലൈ ചെയ്യുന്നതാണ് ബെറ്റർ. നല്ല രീതിയിലൊന്ന് സ്പ്രെഡ് ആവാനോ അബ്സോർബ് ആവാനോ അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ വെയിലിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ എവറി 2 to 3 hours റീഅപ്ലൈ ചെയ്യണം. ബട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഓഫീസിൽ പോയി വർക്ക് ചെയ്യുകയാണെങ്കിൽ രാവിലെ ഒന്ന് അപ്ലൈ ചെയ്യുക, പിന്നെ ഉച്ച കഴിഞ്ഞപ്പോൾ നമ്മൾ വെളിയിൽ ഇറങ്ങുകയാണെങ്കിൽ ഒന്ന് റീഅപ്ലൈ ചെയ്യുക. അതാണ് പ്രാക്ടിക്കൽ. കാരണം നമുക്ക് എവറി 2 to 3 hours അപ്ലൈ ചെയ്യാന്നുള്ളത് ഒട്ടും പ്രാക്ടിക്കൽ അല്ല. അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? അതിന് 2 മെത്തേഡാണ് യൂഷ്വലി നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. ഒന്ന് ഒരു ടീസ്പൂൺ റൂൾ എന്ന് നമ്മൾ പറയും. ഇതിപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അവർ പടം സഹിതം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് റഫ്ലി പറയുകയാണെങ്കിൽ
1/2 ടീസ്പൂണോളം സൺസ്ക്രീൻ വേണം നമുക്ക് ഫേസും നെക്കും കവർ ചെയ്യാൻ. ആൻഡ് 1/2 ടീസ്പൂൺ ഈച്ച് ഫോർ നമ്മുടെ 2 കൈകൾക്കുമായിട്ട്, ആ ഒരു അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി. അപ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ അത് മോസ്റ്റ് കോമൺ മിസ് ഔട്ട് ആവുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. നമ്മുടെ ചെവി, കഴുത്ത്, ചെസ്റ്റ് ഏരിയ, നമ്മുടെ ലിപ്സ്. ഇപ്പോൾ SPF അടങ്ങിയ ലിപ് ബാംസ് കിട്ടാറുണ്ട്. അപ്പോൾ ഈ യൂഷ്വൽ മിസ്ഡ് ഔട്ട് ആവുന്ന ഏരിയാസും കൂടെ കവർ ചെയ്യാൻ ഓർക്കുക. ഓക്കെ, അപ്പം ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള സൺസ്ക്രീന് അതുപോലെ എന്തുമാത്രമാണ് എന്നുള്ളത്, അല്ലെങ്കിൽ കുട്ടികൾക്ക് എങ്ങനെയാണ് റീഅപ്ലൈ ചെയ്യേണ്ടത്, അവർക്ക് സൺസ്ക്രീൻ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നുള്ളത് പല പേരൻസിനും ഇപ്പോൾ സംശയം ഉണ്ടായിരിക്കും. അപ്പം അത് നമുക്ക് പാട്ടുകൾക്ക് ശേഷം കേട്ടറിയാം നമ്മുടെ സ്വന്തം SK ജംഗ്ഷനിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM-ൽ SK ജംഗ്ഷനാണ്. കാതോരം കരുതലായി കാലത്തിനൊപ്പം. നമ്മൾ കാലത്തിനൊപ്പം ഒന്ന് സഞ്ചരിക്കുകയാണെങ്കിൽ നല്ല ചൂടാണ്. സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യകത നമുക്കുണ്ട്. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പല തരത്തിലുള്ള സ്കിൻ പ്രോബ്ലംസ് നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഒട്ടുമിക്ക സ്കിൻ പ്രോബ്ലംസിൻ്റെയും മേജർ കാരണമായി മാറുന്നത് ഈ സൂര്യപ്രകാശമാണ്. അമിതമായിട്ട് നമ്മുടെ ഈ ഒരു സൺ എക്സ്പോഷറാണ്. അപ്പം നമ്മുടെ സ്കിന്നിനെ എങ്ങനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. വി ഹാവ് ഡോക്ടർ അനുസറ ഫിലിപ്പ്, കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ആൻഡ് കോസ്മെറ്റോളജിസ്റ്റ് ഫ്രം മീറ്റെര ഹോസ്പിറ്റൽ, തിലകം. മാം, നമ്മൾ സൺസ്ക്രീനെ കുറിച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. എങ്ങനെ റീഅപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ സൺസ്ക്രീൻ ഏത് SPF ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്, ബ്രോഡ് സ്പെക്ട്രം അങ്ങനെയുള്ളത് ഉണ്ടോ എന്ന് നോക്കി വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. ഫിസിക്കൽ സൺസ്ക്രീൻ, കെമിക്കൽ സൺസ്ക്രീൻ, അങ്ങനെ 2 തരത്തിലുള്ള സൺസ്ക്രീൻ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പം ഇതൊക്കെ പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു സംശയമായിരിക്കും, കുട്ടികൾക്ക് സൺസ്ക്രീൻ വാങ്ങുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ SPF എത്രമാത്രമാണ് വേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത്. അപ്പം ഇത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട്? അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്? സോ നമ്മളൊരു 6 മാസം വരെ സൺസ്ക്രീൻ കുട്ടികൾ റെക്കമെൻഡ് ചെയ്യില്ല. മെയിൻലി കുട്ടികളും അഡൽട്ട് സ്കിന്നും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ സ്കിന്ന് നമ്മളെക്കാളും കൂടുതൽ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ അത് കൂടുതലായിട്ട് അവരുടെ ബോഡിയിൽ അബ്സോർബ് ആവുകയും അത് കാരണം സൈഡ് എഫക്ട്സ് വരാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു 6 മാസം വരെ നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. അൺലെസ് മെഡിക്കലി ഇൻഡിക്കേറ്റഡ്, അങ്ങനെ അവർക്ക് അത് കാരണം ഒരു അസുഖമുണ്ട് എന്നാലും തന്നെ നമ്മളത് ഫിസിക്കലായത് തുണി വെച്ച് കവർ ചെയ്ത് അല്ലെങ്കിൽ വെയിലിൽ കൊണ്ടുപോകാതിരിക്കുക അങ്ങനെയൊക്കെ അഡ്വൈസ് ചെയ്യാറുള്ളൂ. 6 മാസം തൊട്ട് 2 വയസ്സ് വരെ പ്യുവർ ഫിസിക്കൽ സൺസ്ക്രീൻ മാത്രമാണ് കുട്ടികളിൽ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അതായത് സിങ്ക് ഓക്സൈഡ് അല്ലെങ്കിൽ ടൈറ്റാനിയം ഡയോക്സൈഡ് ഇത് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ ആ സൺസ്ക്രീനിൽ. വേറെ കെമിക്കൽസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. 2 വയസ്സിന് മേലിൽ നമ്മുടെ അഡൾട്ട്സിനെ പോലെ തന്നെയുള്ള സൺസ്ക്രീൻ അതേ ക്രൈറ്റീരിയ തന്നെയാണ് കുട്ടികളിലും വരുന്നത്. പിന്നെ ഒത്തിരി സ്പോർട്സിലൊക്കെ ആക്റ്റീവായ കുട്ടികളാണെങ്കിൽ നമ്മളൊന്ന് ഈവൻ അഡൾട്ട്സിലും വാട്ടർ റെസിസ്റ്റൻറ്റ് സൺസ്ക്രീൻ എടുക്കുന്നതായിരിക്കും ബെറ്റർ. അതായത് ഒത്തിരി വേർക്കുന്നവർ അല്ലെങ്കിൽ സ്വിമ്മിങ്ങിന് പോകുന്നവരൊക്കെ ആണെങ്കിൽ വാട്ടർ റെസിസ്റ്റൻറ്റ് ലേബലുള്ള ഒരു സൺസ്ക്രീൻ ആണെങ്കിൽ അത് കൂടുതൽ ഉപയോഗം ചെയ്യും. ഓക്കെ, അപ്പം ഞാനൊരു സംശയം ചോദിട്ടെ. മാം പറഞ്ഞു 3 തരത്തിലുള്ള സൺസ്ക്രീൻ, ഹൈബ്രിഡ് സൺസ്ക്രീൻ ഉണ്ട്, ഫിസിക്കൽ ഉണ്ട്, കെമിക്കൽ ഉണ്ട്. അപ്പം നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് ഏതാണെന്ന് നമ്മൾ എങ്ങനെയായിരിക്കും മനസ്സിലാക്കുന്നത്? ഫിസിക്കലാണോ കെമിക്കലാണോ വേണ്ടതെന്ന്? അത് ബേസിക്കലി നമ്മുടെ ഒരു സ്കിൻ ടൈപ്പ് വെച്ചാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഈ ഫിസിക്കൽ സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഇച്ചിരി ആക്നെ പ്രോൺ സ്കിൻ ഉള്ളവർക്ക് അത് ചിലപ്പോൾ ആക്നെ ഫ്ലെയർ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ആൻഡ് അത് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു വൈറ്റിഷ് കാസ്റ്റ് പോലെ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും ഈ ഫിസിക്കൽ സൺസ്ക്രീൻസിൽ. കെമിക്കൽ സൺസ്ക്രീൻ എസ്പെഷ്യലി സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർ കെമിക്കൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അതിനോട് അലർജി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ സ്കിൻ ടൈപ്പ് വെച്ച് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ബട്ട് അല്ലെങ്കിൽ ഈ രണ്ടും ഈക്വലി ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. ഒരു കാര്യം കൂടി ചോദിക്കാനായിട്ടുണ്ട്. കാരണം ഇപ്പം നമ്മൾ പല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പല സൺസ്ക്രീൻ നമുക്ക് സജസ്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഡോക്ടറിൻ്റെ അടുക്ക് പോയി നമ്മൾ സൺസ്ക്രീൻ വാങ്ങാറുണ്ട്. സോ ഏതാണ് നമുക്ക് ബെനഫിഷ്യൽ ആയിട്ടുള്ളത്, നമുക്ക് ഏറ്റവും നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ നമ്മൾ പുറമേ കാണുന്ന ഈ കോസ്മെറ്റോളജി ഐറ്റംസ് ആണോ അതോ ഡോക്ടർ പ്രിഫർ ചെയ്യുന്നതാണോ? ഏതായിരിക്കും നല്ലത്? ഞങ്ങളിങ്ങനെ പറയാറുണ്ട് ഏറ്റവും നല്ല സൺസ്ക്രീൻ ഇസ് വാട്ട് യു വിൽ അപ്ലൈ. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഏത് സൺസ്ക്രീനാണോ അതാണ് ബെസ്റ്റ്. അപ്പോൾ നമ്മുടെ സ്കിന്നിന് നമുക്ക് സൂട്ടബിളായിട്ട് തോന്നുന്ന സൺസ്ക്രീൻ നമ്മൾ ചൂസ് ചെയ്യുക. ഇപ്പോൾ ചിലർക്ക് ഇപ്പോൾ എസ്പെഷ്യലി ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ക്രീം ബേസിലുള്ള ഒരു സൺസ്ക്രീൻ ആയിരിക്കും കൂടുതൽ ഒരു പ്ലീസിങ് ആയിട്ട് തോന്നുന്നത്. ഓയിലി സ്കിൻ ഉള്ളവർക്ക് ജെൽ ബേസ്ഡ് ആയിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളൂ, ഞാൻ നേരത്തെ പറഞ്ഞ ഈ ക്രൈറ്റീരിയ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്ന് നോക്കുക. അതിൻ്റെ കണ്ടൻസ് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക, അതിൽ ആക്ച്വലി സൺസ്ക്രീൻ ഉണ്ടോ, സൺസ്ക്രീൻ ഫിൽറ്റേഴ്സ് ഉണ്ടോ. ഇത് സാറ്റിസ്ഫൈ ആവുകയാണെങ്കിൽ നമുക്ക് അത് നമ്മുടെ സ്കിന്നിന് അത് ട്രൈ ചെയ്ത് നോക്കുക. അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്.
ഓക്കെ, അപ്പം സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ട മെത്തേഡ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തുമാത്രമാണെന്നുള്ളത് കേട്ടു. സൺസ്ക്രീൻ ഉപയോഗിക്കാതെ നമ്മൾ പുറത്തിറങ്ങിയാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവാനായിട്ട് പോകുന്നത് എന്നുള്ളത് നമുക്ക് കേട്ടറിയേണ്ടതായിട്ടുണ്ട്. സോ കേൾക്കാം അറിയാം SK ജംഗ്ഷനിലൂടെ പാട്ടുകൾക്ക് ശേഷം. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ അനുസാര ഫിലിപ്പ്, കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ആൻഡ് കോസ്മെറ്റോളജിസ്റ്റ്. നമ്മുടെ കൂടെയുള്ള ഒരു ഡെർമറ്റോളജിസ്റ്റ് ആണെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇന്ന് നമ്മൾ സ്കിൻ കെയറിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെ. അപ്പം സ്കിൻ കെയറിലേക്ക് വരുമ്പോൾ സൺസ്ക്രീനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ പാട്ടുകൾക്ക് മുന്നേ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. തോന്നുന്നു സൺസ്ക്രീനെ കുറിച്ച് ഒരുപാട് സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ട്. കാരണം അത്രയും പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മുടെ സ്കിന്നിനെ നിലനിർത്തുന്ന ഒരു ഐറ്റമാണ് സൺസ്ക്രീൻ. അപ്പം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചതും സൺസ്ക്രീൻ ഉപയോഗിക്കാതെ പുറത്തു പോയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചു. പക്ഷെ അതോടൊപ്പം തന്നെ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുമ്പേ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഓഫീസിലായിരിക്കുമ്പോൾ നമ്മൾ പുറത്ത് പോകുമ്പോൾ നമ്മളൊന്ന് റീഅപ്ലൈ ചെയ്താൽ മതി എന്ന് നമ്മൾ പറഞ്ഞു. ബാക്കി ടൈമിൽ ഞാനിപ്പം ഓഫീസിലാണല്ലോ, അവിടെ AC ഉണ്ടല്ലോ, ഞാൻ സ്ക്രീനിൻ്റെ മുന്നിലാണല്ലോ എന്ന് പറയുമ്പോഴും പിന്നെയും നമുക്കൊരു പേടി ഫാക്ടർ വരുന്നതെന്ന് വെച്ചാൽ ഈ ബ്ലൂ ലൈറ്റിൽ നിന്ന് സൺസ്ക്രീൻ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം എന്നും പറഞ്ഞു. സോ അതെന്തുമാത്രം ശരിയാണ്? നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ബ്ലൂ ലൈറ്റ് റേസിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അതിപ്പോൾ റീസെൻ്റായി വന്നൊരു ഫിനോമിനനാണ് ഈ ബ്ലൂ ലൈറ്റ്. നമ്മൾ അധികമായി സ്ക്രീനിൻ്റെ മുന്നിൽ ഫോണാണെങ്കിലും കമ്പ്യൂട്ടർ സ്ക്രീൻ ആണെങ്കിലും ഈ ബ്ലൂ ലൈറ്റ് എന്ന് പറയുന്നത് ആ വിസിബിൾ ലൈറ്റ് സ്പെക്ട്രത്തിൽ വരുന്ന ഒരു ലൈറ്റാണ്. അപ്പോൾ ഇതും ഇപ്പോൾ സ്റ്റഡീസ് നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലായത് അതും നമ്മുടെ സ്കിന്നിന് ഇച്ചിരി ഡാമേജിങ് ആണ്. പിഗ്മെൻറ്റേഷനും റെഡ്നെസ്സും ഒക്കെ കോസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതും ആക്ച്വലി സൺസ്ക്രീൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ബട്ട് അതിൽ നമ്മൾ നോക്കേണ്ടത് ടിൻറ്റഡ് സൺസ്ക്രീൻ ആണ്, അതായത് ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ ഉള്ളത്. അതിലെ മെയിൻ ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ എന്ന് പറയുന്നത് അയൺ ഓക്സൈഡ് ആണ്. ഈ അയൺ ഓക്സൈഡുള്ള ടിൻറ്റഡ് സൺസ്ക്രീൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ബ്ലൂ ലൈറ്റിൽ നിന്നും ഒരു എക്സ്റ്റെൻഡ് വരെ നല്ല പ്രൊട്ടക്ഷൻ കിട്ടും. അപ്പോൾ ഈ ടിൻറ്റഡ് സൺസ്ക്രീൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ അതൊരു കളേർഡാണ്, നമ്മുടെ ഒരു സ്കിൻ കളർ പോലത്തെ ഒരു കളറായിരിക്കും, ഒരു ബ്രൗണിഷ് കളറായിരിക്കും. അപ്പോൾ നമുക്കൊരു ഫൗണ്ടേഷൻ പോലെ വേണമെങ്കിലും അത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഈ സൺസ്ക്രീൻ പ്ലസ് മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമുക്ക് വരാറുണ്ട് മാം. അപ്പം അത് നമുക്ക് ട്രസ്റ്റ് വർത്ത് ആണോ, അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നാൽ എന്തെങ്കിലും പ്രോബ്ലം വല്ലതും എഫക്റ്റ് ചെയ്യുമോ സ്കിന്നിന്? അത് ഇപ്പം നമ്മളത് ട്രൈ ചെയ്ത് തന്നെ നോക്കേണ്ടി വരും. കമ്പൈൻ ചെയ്തുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇൻഫാക്ട് ഇറ്റ്സ് ഗുഡ്. നമുക്ക് വെറുതെ പ്രോഡക്റ്റ്സ് ലെയർ ചെയ്യുന്നത്, അതായത് ഐഡിയലി നമ്മൾ മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം അതിൻ്റെ പുറത്താണ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എസ്പെഷ്യലി ഓയിലി സ്കിന്നുള്ളവർക്ക് അത് ഇച്ചിരി ഹെവി ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ സൺസ്ക്രീൻ മോയ്സ്ചറൈസർ കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ അതിപ്പോൾ നമ്മുടെ സ്കിന്നിന് ഓക്കെ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പം സൺസ്ക്രീനെ കുറിച്ചാണ് നമ്മൾ ഇത്ര നേരം കേട്ടുകൊണ്ടിരുന്നത്. അപ്പാർട്ട് ഫ്രം സൺസ്ക്രീൻ നമ്മൾ ബേസിക്കായിട്ട് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് എന്ത് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് പറയാം ഏതൊരു ഡോക്ടറിനോട്, ഇപ്പം ഏതൊരു ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടറിനോട് ചോദിച്ചാലും എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് ധാരാളം വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞപ്പം അത് തുടങ്ങി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്? തീർച്ചയായും അപ്പോൾ ധാരാളം വെള്ളം കുടിക്കുക അതൊരു മെയിൻ തിങ് ആണ്. ഡയറ്റ് ഓഫ് കോഴ്സ് ഏതൊരു കാര്യം പോലെയും ഡയറ്റ് ഒബ്വിയസ്ലി ഇമ്പോർട്ടൻ്റ് ആണ്. ധാരാളം ഹോൾ ഫുഡ്സ്, അതായത് പ്രോസസ്ഡ് അല്ലാത്ത ഫുഡ്സ്, ഷുഗർ കണ്ടൻറ്റ് ഇല്ലാത്ത, അതായത് പ്രോസസ്ഡ് ഷുഗർ അല്ലാത്ത ഫുഡ്സ്, ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയ ഫുഡ്സ്, ഇതൊക്കെ കഴിക്കുന്നത് സ്കിന്നിന് ആക്ച്വലി വളരെ നല്ലതാണ്. ഫ്രഷ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇതൊക്കെ നമുക്കിപ്പോൾ സൺ ഡാമേജ് ഉണ്ടായാലും അത് എത്രയും പെട്ടെന്ന് റിപ്പയർ ചെയ്തെടുക്കാനും നമുക്ക് ഡയറ്റ് കൊണ്ട് ഹെൽപ്പ് ചെയ്യും. പിന്നുള്ളത് മോയ്സ്ചറൈസേഷനാണ്. അപ്പോൾ ചിലർ പറയുന്നത് ഇപ്പോൾ ഓയിലി സ്കിന്നാണെങ്കിൽ മോയ്സ്ചറൈസേഷൻ്റെ ആവശ്യമില്ല, ഡ്രൈ സ്കിൻ ആണെങ്കിൽ മതി. പക്ഷെ അത് തെറ്റാണ്. ഏതൊരു സ്കിന്നാണെങ്കിലും മോയ്സ്ചറൈസേഷൻ ഇസ് വെരി കീ. അപ്പോൾ ഇതുപോലെ തന്നെ സൺസ്ക്രീൻ പോലെ തന്നെ നമുക്ക് ഈ ഏജിങ് സൈൻസിൽ നിന്നും ഒരു അതൊന്ന് ഡിലേ ആക്കാനായിട്ട് മോയ്സ്ചറൈസിങ്ങും ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ പ്രായം കൂടുന്തോറും ഇച്ചിരൂടെ നമ്മൾ കെയർഫുൾ ആയിരിക്കണം സ്കിന്നിൽ നമ്മൾ എന്തൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നുള്ളത്. പിന്നെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, അതായത് സ്മോക്കിംഗ്, ആൽക്കഹോളൊക്കെ അവോയ്ഡ് ചെയ്യുക, നല്ലൊരു ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ, നല്ല എക്സസൈസ്, നല്ല സ്പോർട്സിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇതൊക്കെ നമ്മുടെ ബോഡിക്ക് മാത്രമല്ല നമ്മുടെ സ്കിന്നിനും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പം സൺസ്ക്രീൻ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ മാം ഈ പറഞ്ഞ കാര്യങ്ങൾ, വെള്ളം കുടിക്കുക, നമ്മൾ എക്സസൈസ് ചെയ്യുക, ഡയറ്റ് ഫോളോ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ സ്കിന്നിനെ നമുക്ക് ഹെൽത്തി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷെ നമ്മുടെ സംശയങ്ങളൊന്നും ഇവിടെ തീരുന്നില്ല. കേൾക്കാം പാട്ടുകൾക്ക് ശേഷം അറിയാം SK ജംഗ്ഷനിലൂടെ. സോ കീപ് ഓൺ ലിസ്ണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കൂടെ ഉള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. SK Junction.
വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്കിൻ കെയറിനെ കുറിച്ചാണ്. സ്കിന്നിൽ അഫക്റ്റ് ചെയ്യുന്ന ഡിസീസുകളെയൊക്കെ നമുക്ക് എങ്ങനെ ഒരു പരിധി വരെ മാറ്റി നിർത്താം എന്നുള്ളതാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ്, ഹലോ, ഞാൻ ഡോക്ടർ അനു സാറ ഫിലിപ്പ്, കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ആൻഡ് കോസ്മെറ്റോളജിസ്റ്റ് ഫ്രം മിറ്റര ഹോസ്പിറ്റൽ, തിലകം. സ്കിൻ കെയറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ടച്ച് ചെയ്യാതെ പോവാതിരിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് സ്കിൻ ക്യാൻസർ എന്ന് പറഞ്ഞത്. സോ നമ്മൾ കേട്ടിട്ടുണ്ട് അധിക വെയിൽ കൊണ്ടാൽ സ്കിൻ ക്യാൻസർ അഫക്റ്റ് ചെയ്യുമോ എന്നുള്ള സംശയം തൊട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് സ്കിൻ കെയറുമായിട്ട്, സ്കിൻ ക്യാൻസറുമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ സ്കിന്നിൽ വരുമ്പോൾ ആക്ച്വലി സ്കിൻ ക്യാൻസർ വളരെ കുറവാണ്. ഇപ്പോൾ എല്ലാ ക്യാൻസറും കൂടെ ചേർത്ത് നോക്കുകയാണെങ്കിൽ 1% താഴെ മാത്രമേ സ്കിൻ ക്യാൻസേഴ്സ് ഉള്ളൂ. ഇപ്പോൾ ലേറ്റസ്റ്റ് ഡേറ്റ അനുസരിച്ച് 100,000-ൽ 3-4 പേർക്ക് വെച്ചാണ് വരുന്നത്. ബട്ട് ഇപ്പോൾ അത് ഗ്രാജുവലി കൂടി വരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി കൂടുതലായിട്ടുള്ള സൺ എക്സ്പോഷർ ഈസ് എ റിസ്ക് ഫാക്ടർ ഫോർ ഡെവലപ്പിംഗ് സ്കിൻ ക്യാൻസർ. ഈ മലിഗ്നൻ മെലനോമ, ബേസിൽ സെൽ കാർസിനോമ, ഇതൊക്കെ ക്ലിയർലി പ്രൂവൺ ആണ് സൺലൈറ്റ് ഒരു റിസ്ക് ഫാക്ടർ ആണെന്നുള്ളത്. ബട്ട് ഏതൊരു അസുഖത്തെ പോലെയും വേറെ കുറേ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് സ്കിൻ ക്യാൻസർ വരാനായിട്ട്. ഇപ്പോൾ വേറെ ഒന്നാണ് ഇപ്പോൾ ഫാമിലി ഹിസ്റ്ററി. നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കും അത് വരാൻ ഇച്ചിരി ചാൻസ് കൂടുതലായിരിക്കും. പിന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറവാണെങ്കിൽ, ഉദാഹരണത്തിന് ഇപ്പോൾ എന്തെങ്കിലും വേറെ ഏതെങ്കിലും അസുഖം, ക്രോണിക് ആയിട്ടൊരു അസുഖമുണ്ട്, അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ പേഷ്യൻസ്, ഇവരിലും സ്കിൻ ക്യാൻസർ കൂടുതലായിട്ട് കാണാറുണ്ട്. പിന്നെ റേഡിയേഷനിൽ ഒത്തിരി എക്സ്പോസ്ഡ് ആവുന്നവർ, ഇപ്പോൾ റേഡിയോ തെറപ്പി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർ, അല്ലെങ്കിൽ ചില കെമിക്കൽസ് ലൈക്ക് ആർസനിക്, അതിനോടൊക്കെ എക്സ്പോസ് ആവുന്നവർക്കും സ്കിൻ ക്യാൻസർ കൂടുതൽ കാണാറുണ്ട്. ബട്ട് നമ്പർ 1 റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് സൺലൈറ്റ് എക്സ്പോഷറാണ്. ആൻഡ് ഇപ്പോഴത്തെ ഡേറ്റ വെച്ച് ഈ കൂടി വരുന്ന ആ ഒരു ട്രെൻഡ് കാണുന്നതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് സ്ട്രെസ് ചെയ്യണം സൺസ്ക്രീൻ യൂസും സൺ പ്രൊട്ടക്ഷനും. നമ്മൾ എങ്ങനെയൊക്കെ വന്നാലും കറങ്ങി തിരിഞ്ഞൊരു സൺസ്ക്രീനിലേക്ക് നമ്മൾ എത്തുമല്ലോ, ഈ ഒരു സൺ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ. അപ്പം ഈ സൺസ്ക്രീനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചോദ്യം ചോദിക്കാനായിട്ടുണ്ട്. എനിക്കൊന്നും നമ്മൾ ഇതുവരെ അത് സംസാരിച്ചില്ല. വെയിലില്ലാത്തപ്പോൾ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണോ എന്നുള്ളൊരു സംശയമുണ്ട്. അപ്പം എനിക്കൊന്നും അത് പാട്ടുകൾക്ക് ശേഷം നമുക്ക് കേൾക്കാം SK ജംഗ്ഷനിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരും കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ സർഗക്ഷേത്ര 89.6 FM-ൽ SK ജംഗ്ഷൻ ആണ്. കൂടെയുള്ളത് ജോ ആണ്. ഇന്ന് നമ്മൾ SK ജംഗ്ഷനിൽ ഹെൽത്ത് കെയർ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി സ്കിൻ കെയറിനെ കുറിച്ചാണ്. അപ്പം സ്കിൻ കെയറിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു സമയം കൊണ്ട് കേട്ടു അറിഞ്ഞു. അറിവുകളൊന്നും ഇവിടെ തീരുന്നില്ല. നമുക്ക് പറഞ്ഞു തരാനായിട്ട് നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. വി ഹാവ് ഡോക്ടർ അനു സാറ ഫിലിപ്പ്, കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ആൻഡ് കോസ്മെറ്റോളജിസ്റ്റ് ഫ്രം മിറ്റര ഹോസ്പിറ്റൽ, തിലകം. മാം, നമ്മൾ സ്കിൻ ക്യാൻസറിനെ കുറിച്ചായിരുന്നു നമ്മളെ മുമ്പ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. ആൻഡ് അതിനുശേഷം ഇതിനൊക്കെ സൺ പ്രൊട്ടക്ഷന് വേണ്ടി സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, മഴയുള്ള സമയത്ത് അമിതമായ വെയിലില്ലാത്തപ്പോഴും നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണോ എന്നൊരു സംശയമുണ്ട്. നൈറ്റ് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണോ, അങ്ങനെ തുടങ്ങിയ കുറേ സംശയങ്ങൾ. അപ്പം വെയിലില്ലാത്തപ്പോൾ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണോ? ഇത് പലർക്കും ഉള്ളൊരു മിഥ്യാധാരണയാണ്. അതായത് ഇന്ന് വെയിലില്ല, എന്നൊരു മൂഡലാണ്, അപ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ലായിരിക്കും. അത് ആക്ച്വലി തെറ്റാണ്. കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 80% UV റേസിനും ക്ലൗഡ്സിലൂടെ പാസ് ചെയ്ത് വരാൻ സാധിക്കും. അപ്പോൾ എത്ര മൂടലാണെങ്കിലും സൂര്യൻ ഉണ്ടോ നമ്മൾ സൺസ്ക്രീൻ തേച്ചിരിക്കണം. അപ്പോൾ സൂര്യൻ അസ്തമിക്കുന്നത് വരെ തേക്കണം, രാത്രി തേക്കേണ്ട ആവശ്യമില്ല. ബട്ട് വേറൊരു കാര്യമുള്ളത്, ഈ മഞ്ഞുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ചിലർ എന്തായാലും നല്ല തണുപ്പാണ്, ഇവിടെ സൺസ്ക്രീൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ മഞ്ഞ് എന്താ ചെയ്യുന്നത്, ഈ UV റേസിനെ പിന്നെയും തറയിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ മുഖത്തേക്ക് അടിക്കുകയാണ്. അപ്പോൾ ഈ മഞ്ഞുള്ളപ്പോൾ, മണലുള്ളപ്പോൾ, സ്വിമ്മിംഗ് പൂളിലൊക്കെ പോകുമ്പോഴൊക്കെ ഒരു എക്സ്ട്രാ ലെയർ സൺസ്ക്രീൻ അടിക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പം ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എന്തായാലും വൈറ്റമിൻ ഡി ആവശ്യമാണ്. അപ്പം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ ഒരു വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നും ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അത് എന്തുമാത്രം ശരിയാണ്? ഇപ്പോൾ തിയററ്റിക്കലി നോക്കുകയാണെങ്കിൽ നമുക്ക് തോന്നും, അപ്പോൾ സൺസ്ക്രീൻ എന്നും റെഗുലറായിട്ട് അപ്ലൈ ചെയ്താൽ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി പ്രൊഡ്യൂസ് ചെയ്യില്ലല്ലോ. പക്ഷേ ഇതിനെപ്പറ്റി കുറേ സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും അങ്ങനെ ഒരു വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് സേഫായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യാം. ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ തന്നെ അത് ഈസി ആയിട്ട് നമുക്ക് ടാബ്ലറ്റ്സ് വെച്ച് കറക്റ്റ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് അതോർത്ത് നമ്മൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ സ്കിൻ കെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് സൺസ്ക്രീൻ. സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ട രീതി, മെത്തേഡ്സ് ഒക്കെ നമ്മൾ കേട്ടു അറിഞ്ഞു. ഇനിയും നമുക്ക് ധാരാളം കാര്യങ്ങൾ കേട്ടറിയാം നമ്മുടെ സ്വന്തം SK ജംഗ്ഷനിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ
വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെ ഉള്ളത് ജോ ആണ്. നമ്മൾ ഈ ഒരു നേരം മുഴുവനും നമ്മുടെ സ്കിന്നിനെ എങ്ങനെയൊക്കെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് കേട്ടുകൊണ്ടേ ഇരുന്നത്. ആൻഡ് ഈ ഒരു സ്കിൻ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള മേജർ കാരണഭൂതനായത് സൺലൈറ്റ് ആണ്. അതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് കേട്ടു. സൺലൈറ്റിന്റെ ഇമ്പോർട്ടൻസ് കേട്ടു. സൺലൈറ്റ് കൂടുതലായാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടറിഞ്ഞു. സൺസ്ക്രീനിന്റെ ഇമ്പോർട്ടൻസ് എന്തുമാത്രമാണ്, അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ നമ്മൾ കേട്ടു. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് നമ്മുടെ കൂടെ ഇത്രയും നേരം എന്താ ഉണ്ടായിരുന്നത് ഡോക്ടർ അനുസര ഫിലിപ്പ്, കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ആൻഡ് കോസ്മെറ്റോളജിസ്റ്റ് ഫ്രം മീറ്റര ഹോസ്പിറ്റൽ, തെളക്. മാം, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ലിസണേഴ്സിനോട് എന്താണ് മാമിന് ഇനി പറയാനായിട്ടുള്ളത്? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ടച്ച് ചെയ്തു. ഇത് മാത്രമാണ് നമ്മൾ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഇമ്പോർട്ടൻസ് നമ്മൾ കേട്ടു. മാമിന് ഇനി ചോദിക്കാനുള്ളത്, നമ്മൾ ഇനിയും ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ സൺ എക്സ്പോഷർ കൂടിക്കൊണ്ടിരിക്കുന്ന അവസരമാണ്. സോ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യകത എന്തുമാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഡെയിലി, ഇപ്പോൾ ഞാൻ കുറേ ഗൈഡ് ലൈൻസ് പറഞ്ഞു, അത് ഇത്ര സമയം കൂടുമ്പോൾ റീഅപ്ലൈ ചെയ്യണം. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് വൺസ് എ ഡേ എങ്കിലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. ഇപ്പം നമ്മൾ ഉടനടി ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ചിലപ്പോൾ കണ്ടെന്ന് വരില്ല. എന്താ ഞാൻ എന്നും അപ്ലൈ ചെയ്യുന്നുണ്ട്, എന്താ ഗുണം എന്ന് ചിലപ്പോൾ തോന്നും. ബട്ട് പിന്നീട് നമുക്ക് പ്രായമാകുമ്പോഴായിരിക്കും അതിൻ്റെ ഗുണങ്ങൾ നമ്മൾ അറിയാൻ തുടങ്ങുന്നത്. നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ഗ്ലോയും ആ ഒരു നമ്മുടെ കൊളീഗ്സിൻ്റെ അത്രയും ആ ഒരു സ്കിൻ ചേഞ്ചസ് വരാതെയൊക്കെ ഇരിക്കുമ്പോഴായിരിക്കും നമ്മൾ ആ ഗുണം അറിയുന്നത്. അതുപോലെ തന്നെ കുറേ അസുഖങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ കഴിയും. സ്കിൻ ക്യാൻസർ എന്ന് പറയുന്നത് തന്നെ ഒരു പ്രിവെൻറ്റബിൾ ക്യാൻസറാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി നല്ല രീതിയിൽ തന്നെ അതിനെ ഉപയോഗപ്പെടുത്തുക. ഓക്കെ, എല്ലാം നല്ല രീതിയിൽ തന്നെ അതിനെ ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് മാം അവസാനിപ്പിച്ചു. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് നമുക്ക് നമ്മുടെ ഹെൽത്തിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാമെന്ന് ഓർമ്മിപ്പിക്കുന്നു. സ്കിൻ കെയർ ആണ് നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടേയിരുന്നത്. ഇതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പല വിധമായ കാര്യങ്ങളായിട്ട് SK ജംഗ്ഷനിൽ നമ്മൾ എത്തുന്നതായിരിക്കും. സോ ദിസ് ഈസ് RJ ജോ സൈനിങ് ഓഫ് ഫ്രം SK ജംഗ്ഷൻ. ആൻഡ് മാം, താങ്ക് യു സോ മച്ച്. ഒരുപാട് കാര്യങ്ങൾ മാം പറഞ്ഞു. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ സ്കിന്നിനെ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അഫക്റ്റ് ചെയ്യാനായിട്ടുള്ളത്, സോ അതിനെയൊക്കെ നമുക്ക് എങ്ങനെ അതിൽ നിന്നൊക്കെ രക്ഷ നേടാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എസ്പെഷ്യലി ധാരാളം വെള്ളം കുടിക്കണം, ഡയറ്റ് ചെയ്യണം, അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇനി മുതൽ ശ്രദ്ധിക്കുന്നതായിരിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ദിസ് ഈസ് RJ ജോ അഗെയിൻ സൈനിങ് ഓഫ് ഫ്രം SK ജംഗ്ഷൻ ആൻഡ് യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതൂരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.